ഹലോ ലോയ്റ്റ്, ഗുഡൻ ടാഗ്. ജർമ്മൻ പഠിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കേണ്ട കുറച്ച് ആപ്ലിക്കേഷൻസിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയായിരുന്നു. സ്പ്രഹൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഹ്യോർൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഷ്രൈബൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നീ എപ്പിസോഡിലെല്ലാം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് ജർമ്മൻ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. സോ ആദ്യത്തെ ആപ്പാണ് ഡുവോലിംഗോ. ഈ ആപ്പ് എല്ലാവർക്കും അറിയുന്നതാണ്, കാരണം A1 പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ ഡുവോലിംഗിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലേണിംഗ് മെത്തേഡ്സ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. സോ ഡുവോലിംഗിൽ നമുക്ക് ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ, സ്പ്രഹൻ ഈ 4 മൊഡ്യൂളുകളും പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലുള്ള പ്രാക്ടീസ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടുവരാം. Möchtest du das Brandenburger Tor besichtigen? Möchtest du das Brandenburger Tor? Visum. Erdbeeren. Hund. Sie brauchen ein Formular und ihr Visum. Sie brauchen ein Formular und Visum. ഒരുപാട് വലിയ പ്രാക്ടീസസ് ഒന്നും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തേമ പ്രസന്റേഷൻ, ഡിസ്കഷൻ അതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഔസ്പ്രഹ എന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ വൊക്കാബുലറി, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഡുവോലിംഗോ ബെസ്റ്റ് ആണ്. സോ നിങ്ങൾ A1 ഏറ്റവും പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ബിഗിനർ ആണെങ്കിൽ ഡുവോലിംഗോ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. സോ രണ്ടാമതായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാബൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ കൂടുതലായിട്ട് കോൺവെർസേഷൻസ്, സ്പീക്കിംഗ് സ്കിൽസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഈ ആപ്പിന്റെ ഒരു വീഡിയോ കണ്ടുവരാം. I. Bitte. Bitte. സോ ബാബൽ എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഇതിൽ ഒരുപാട് ഫ്രീ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് മെമ്മറൈസ് ആണ്. ഇത് കൂടുതലും നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഈ ആപ്പിന്റെ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം. Wie lange bleibst du hier? Wie lange? Wie lange? Die Woche. Die Wochen. Der Monat. Die Monate. ആൻഡ് ഈ ആപ്പിൽ നമുക്ക് ഒരുപാട് ഫ്ലാഷ് കാർഡ്സ് അവൈലബിൾ ആണ്. ഈ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വൊക്കാബുലറീസ് പഠിക്കാൻ പറ്റും. സോ ഈ ആപ്പ് കൂടുതൽ സ്പീക്കിംഗ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രാമർ ടോപ്പിക് നമുക്ക് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഗ്രാമർ ടോപ്പിക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വേറൊരു ആപ്പ് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഡുവോലിംഗോ, ആദ്യം പറഞ്ഞ ഡുവോലിംഗോ അല്ലെങ്കിൽ ബാബൽ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഈ വീഡിയോക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ എന്ന് വെച്ചാൽ ആദ്യം ഡുവോലിംഗോ, നമുക്ക് ആദ്യം ബേസിക്സ് പഠിക്കാനും അത് കഴിഞ്ഞ് നമ്മളൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ബാബലിലേക്ക് മാറാം. ബാബലിൽ നമുക്ക് ഒരുപാട് ഗ്രാമാറ്റിക്കൽ നോളജും അതുപോലെ സ്പീക്കിംഗ് നോളജും കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടി മെമ്മറൈസ് യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും ഓരോ ലെവലിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സലന്റ് ആയിട്ട് ഗോയിത്ത് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജർമ്മൻ ട്രെയിനേഴ്സ് ആയിട്ടോ എപ്പോഴും സംസാരിച്ചിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാമർ വീഡിയോ ആയിട്ടോ നമ്മൾ വരുന്നതാണ്. അതുവരെയും ചൂസ്.